നമസ്കാരം, KMCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടത്തുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലഞ്ഞ് ജനം. തുറവൂരിൽ 8 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം നിലച്ചു. കൊടും വേനലിൽ ചുട്ടുപൊള്ളി സംസ്ഥാനം. വൈക്കത്ത് വിറക് ശേഖരിക്കുന്നതിനിടെ വീട്ടമ്മയ്ക്ക് സൂര്യാതാപമേറ്റു. സമൂഹത്തിൽ നന്മ ചെയ്യാൻ കഴിവില്ലാത്തവരാണ് അധികാര സ്ഥാനത്തിരിക്കുന്നതെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. സർക്കാർ പദ്ധതികളുടെ നേട്ടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത് ദുഃഖാനുഭവങ്ങളെന്നും സുധാകരൻ. വാർത്തകൾ വിശദമായി. വേമ്പനാട് കായലിന് കുറുകെ ആലപ്പുഴ, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. അപ്രോച്ച് റോഡിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണം ആരംഭിച്ചു. ആലപ്പുഴ, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ്. 800 മീറ്റർ നീളവും 11.23 മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായിട്ടുണ്ട്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട മാക്കേക്കടവ് ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെയും വശങ്ങളിലെ സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതേസമയം കിഴക്കേക്കരയായ നേരേക്കടവിൽ അപ്രോച്ച് റോഡ് വശങ്ങളിലെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആകെ 22 സ്പാനുകളുള്ള പാലത്തിൽ എല്ലായിടത്തും കൈവരികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിലവിൽ 13ാമത്തെ സ്പാനിന്റെ പെയിന്റിംഗ് പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ആലപ്പുഴയും കോട്ടയവും തമ്മിലുള്ള ഗതാഗത സൗകര്യം ഗണ്യമായി മെച്ചപ്പെടുകയും പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങളെ വലയ്ക്കുന്നു. തുറവൂർ NCC റോഡിന് സമീപം വീണ്ടും ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയതോടെ 8 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം നിലച്ചു. 3 മാസത്തിനിടെ 20ലേറെ തവണയാണ് ഈ ഭാഗത്ത് പൈപ്പ് പൊട്ടുന്നത്. ദേശീയപാതയിൽ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാണകൾക്കായി കുഴിയെടുത്തപ്പോഴാണ് തുറവൂർ NCC റോഡിന് സമീപമുള്ള 500 mm GRP പൈപ്പ് പൊട്ടിയത്. മണ്ണുമാന്തി യന്ത്രമുപയോഗിച്ച് പൈപ്പുകൾക്ക് മുകളിലെ മണ്ണ് നീക്കം ചെയ്യുമ്പോഴുണ്ടാകുന്ന സമ്മർദ്ദമാണ് പൈപ്പ് തകരാൻ കാരണം. അരൂർ എഴുപുന കോടന്തുരുത്ത് കുത്തിയതോട് തുറവൂർ പട്ടണക്കാട് വയലാർ കടക്കരപ്പള്ളിയിൽ കടുത്ത വേനൽ ചൂടിൽ ജനം വലയുന്ന സമയത്താണ് തുടർച്ചയായി ഉണ്ടാകുന്ന ഈ പൈപ്പ് പൊട്ടൽ. തീരദേശ മേഖലയിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഉണ്ടാകുന്നത്. 3 മാസത്തിനിടെ ഇത് 20-ലധികം തവണയാണ് സമാന രീതിയിൽ പൈപ്പുകൾ പൊട്ടുന്നത്. മണ്ണ് മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നതെങ്കിലും ഓരോ തവണയും പൈപ്പ് നന്നാക്കാൻ തന്നെ ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. കുടിവെള്ള വിതരണം തടസ്സപ്പെടുമ്പോൾ പകരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ കാട്ടുന്ന അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാണ്. വൈക്കത്ത് വിറക് ശേഖരിക്കുന്നതിനിടെ വീട്ടമ്മയ്ക്ക് സൂര്യാതാപമേറ്റു. മുഖത്തും കൈകളിലും കഴുത്തിലും പൊള്ളലേറ്റ വീട്ടമ്മ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വൈക്കത്ത് വിറക് ശേഖരിക്കുന്നതിനിടെയാണ് വീട്ടമ്മയ്ക്ക് സൂര്യാതാപമേറ്റത്. കാരയിൽ ഭാഗത്തെ അരുണേന്ദുവിൽ വിജി ഇന്ദ്രപാലനാണ് സൂര്യാതാപമേറ്റത്. മുഖത്തും കഴുത്തിലും കൈകളിലുമാണ് പൊള്ളലേറ്റത്. ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പാചകവാതകം തീർന്നതോടെ വീടിനു പുറത്തെ വിറകടുപ്പിലായിരുന്നു പാചകം. ഇതിനാവശ്യമായ വിറക് വീട്ടുപറമ്പിൽ നിന്ന് ശേഖരിക്കുന്നതിനിടെയാണ് സൂര്യാതാപമേറ്റത്. മുഖത്തും കൈകളിലും തൊലിപ്പുറത്ത് നീറ്റലും നീർക്കുമിളകളും കണ്ടതോടെ വീട്ടമ്മ ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയായിരുന്നു. ഗ്യാസിന്റെ കുറവ് കൊണ്ട് മുറ്റത്ത് അടുപ്പത്ത് തീ കത്തിച്ച സമയത്ത് ഭയങ്കരമായിട്ട് ചൂടുണ്ടായിരുന്നു. എല്ലിൻ്റെ ചൂട് കൊണ്ട് പുറത്ത് തീ കത്തിക്കാനൊക്കെ പെറുക്കി നടന്ന് കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ തടിച്ച് ഇങ്ങനെ പൊങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര നീറ്റിലും പുകച്ചിലും ഒക്കെ ആയിക്കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ലോഷനൊക്കെ തന്നിട്ടുണ്ട്, മരുന്ന് പുരട്ടി. അപ്പോൾ കുറച്ച് കൂടുതൽ ഇങ്ങനെ തൊലി പോയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം എടുക്കും ഇത് മാറാനായിട്ട്. അപ്പോൾ ഇതിന് മരുന്നും ഗുളികയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നേരിട്ട് സൂര്യപ്രകാശം അടിച്ചായിരുന്നു. അതെ, നേരിട്ട് ഇങ്ങനെ ഭയങ്കര വെയിലായിരുന്നു അടുപ്പിൻ്റെ അടുക്കൽ.
അപ്പോഴാണ് ഈ കുറച്ച് കൂടുതൽ ജോലി ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ കയ്യിൽ കൂടുതൽ ജോലി ചെയ്തൊരു സമയത്താണ് ഇതിങ്ങനെ പൊങ്ങിയത്. അത് കഴിഞ്ഞിട്ടുള്ള ഇതിങ്ങനെ ഇപ്പം നീറ്റിലും ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനുള്ള മരുന്നും ഗുളിയൊക്കെ തന്നിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണിൻ്റെ ഈ 2 സൈഡിലാണ് ഭയങ്കര പൊള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇരിക്കുകയായിരുന്നു. ഇന്ന് ഇത്തിരി ആശ്വാസമുണ്ട്. സമൂഹത്തിൽ നന്മ ചെയ്യാൻ കഴിവില്ലാത്തവർ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ അവർ എല്ലാവരോടും അനീതി കാണിക്കുന്നുവെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. സർക്കാർ പദ്ധതികളുടെ നേട്ടങ്ങൾ എടുത്തു പറയുമ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത് ദുഃഖാനുഭവങ്ങളാണെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. സർക്കാർ പദ്ധതികളുടെ വിജയവും നേട്ടങ്ങളും പറയുമ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്നത് ദുഃഖാനുഭവങ്ങളാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും എല്ലാവർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നന്മയുടെ ആശയങ്ങളെ ശക്തമായി പിന്തുണച്ച് മുന്നോട്ട് കൊണ്ടുവരികയും സമൂഹത്തിന് ഗുണം ചെയ്യാതെ സ്വന്തം നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കുന്ന അധികാരികളെ തുറന്നുകാട്ടുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മാധ്യമധർമ്മമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നും ലോകത്ത് എല്ലായിടത്തും എല്ലാവർക്കും നിറവേറ്റപ്പെട്ടിട്ടില്ല. സർക്കാരുകൾ പദ്ധതികളുടെ വിജയത്തെ പറ്റിയും അവരുടെ നേട്ടങ്ങളെ പറ്റിയും ഒക്കെ നോട്ടുകൾ ഇറക്കാറുണ്ട്, ഡ്രസ്സുകൾ ഇറക്കാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടുപുറത്തിറങ്ങി നടന്നാൽ ദൈന്യതയുടെ, വിലാപത്തിൻ്റെ, ദുഃഖത്തിൻ്റെ ഘനീഭൂതമായ അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകത്തെന്നാണ് സാർവത്രികമായി ശാന്തി ഉണ്ടാകുന്നതെന്നാണ് പറയാൻ. കാരണം സംഘർഷം പ്രകൃതിയുടെ സംഭാവനയാണ്. എല്ലാം ഏറ്റുമുട്ടലിലൂടെയാണ് പ്രകൃതി മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് ക്രിയാത്മകമായ ഏറ്റുമുട്ടലാണ്, നശീകരണമല്ല. തന്മാത്രകൾ ഒരു പ്രപഞ്ച പ്രതിഭാസത്തിൽ, ഒരു പ്രപഞ്ച വസ്തുവിൽ അടങ്ങുന്ന തന്മാത്രകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് ആ പ്രതിഭാസം തന്നെ ഇവിടെ നിലനിൽക്കുന്നത്. ആ ഇക്വിലിബ്രിയത്തിലാണ്, ആ ബലാബലത്തിലാണ് നിലനിൽക്കുന്നത്. നന്മയുടെ അംശങ്ങളെ ശക്തമായി പിന്തുണച്ച് മുന്നോട്ട് കൊണ്ടുവരികയും സമൂഹത്തിൽ നന്മ ചെയ്യാതെ സ്വന്തം കാര്യം മാത്രം നേടാൻ നടക്കുന്ന അധികാരികളെ നിർദാക്ഷിണ്യം തുറന്നു കാണിക്കുകയും അതാണ് മാധ്യമധർമ്മം. ആ മാധ്യമധർമ്മത്തിന് കേരളത്തിൽ ഒരു കാലത്ത് വളരെ അസുരമായ ഒരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ ലിബറലൈസേഷൻ അതിൻ്റെ ഒരു വളർച്ചയുടെ ഫലമായി ഞാൻ എൻ്റെ കാര്യം എൻ്റെ ആളുകൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഈ എന്ന എപ്പിക്യൂറിയൻ ഫിലോസഫിയിലൊക്കെ പുതിയ തലമുറയെ വലിച്ചെടുത്ത് കൊണ്ടുപോകണം. നിങ്ങൾ തിന്നുക, നിങ്ങൾ കുടിക്കുക, നിങ്ങൾ സന്തോഷിക്കുക. സംഘർഷം പ്രകൃതിയുടെ സംഭാവനയാണെന്നും എല്ലാം ഏറ്റുമുട്ടലിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും ക്രിയാത്മകമായ ഏറ്റുമുട്ടലുകളാണ് വേണ്ടതെന്നും എന്നാൽ ഇന്ന് കണ്ടുവരുന്നത് ശത്രുതാപരമായ ഏറ്റുമുട്ടലുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ നന്മ ചെയ്യാൻ കഴിവില്ലാത്തവർ അധികാര സ്ഥാനങ്ങളിൽ കടന്നിരിക്കുമ്പോൾ എല്ലാവരോടും അനീതി പ്രവർത്തിക്കുന്ന സമൂഹമായി മാറി. ഇത് രാഷ്ട്രീയ കാര്യം മാത്രമല്ല, സാമൂഹിക സത്യമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുന്നപ്ര മുതൽ തോട്ടപ്പള്ളി വരെയുള്ള തീരദേശ കാർഷിക മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ആലപ്പുഴയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ജനപ്രതിനിധികൾ പ്രതിഷേധിച്ചു. പുന്നപ്ര മുതൽ തോട്ടപ്പള്ളി വരെയുള്ള തീരദേശ കാർഷിക മേഖലകളിൽ കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുകയാണ്. ഓരോ ദിവസവും ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും നേരിട്ട് കണ്ട് പരാതി അറിയിച്ചിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ആലപ്പുഴ വഴിച്ചേരിയിലെ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലായിരുന്നു പ്രതിഷേധം. ജില്ലാ പഞ്ചായത്ത് അംഗം AR കണ്ണൻ, പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഹ്മത്ത് ഹമീദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആര്യ കൃഷ്ണൻ, സിമി പൊടിയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന സുരേഷ്, സുമേഷ് രാജൻ, നജീബ് അരീശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വീട്ടമ്മമാരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. അമ്പലപ്പുഴ തെക്ക് വടക്ക് പുറക്കാട് പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ രൂക്ഷത വ്യക്തമാക്കുന്ന വീഡിയോകളും ഫോട്ടോകളും സഹിതമാണ് ഇവർ ഉദ്യോഗസ്ഥരെ കണ്ടത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തമായതോടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു. തുടർന്ന് കരാറുകാരെ വിളിച്ചുവരുത്തി നടത്തിയ ചർച്ചയിൽ 10 ദിവസത്തിനകം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി. ഈ ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. തെക്ക്, അമ്പലപ്പുഴ വടക്ക്, പുറക്കാട് പഞ്ചായത്തുകളിൽ വളരെയേറെ ദിവസമായി കുടിവെള്ളം വളരെ രൂക്ഷമായി. കുടിവെള്ളം കിട്ടാത്തൊരു കുടുംബത്തിലെ കുട്ടിയാണ്. ആ കുട്ടിയടക്കം കുടുംബങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. ജനപ്രതിനിധികളെ നിരന്തരമായി വിളിക്കുന്നു. ഞങ്ങളിവിടെ വന്നു, AEയെ കണ്ടു, AXയെ കണ്ടു, ഞങ്ങൾ ജില്ലാ കളക്ടറെ കണ്ടു, ADMനെ കണ്ടു, ദുരന്ത നിവാരണത്തിൻ്റെ ചുമതലയുള്ള ADMനെ ഉൾപ്പെടെ കണ്ടു.
21ഓളം പോയിന്റുകൾ പൊട്ടി ജലം പാഴാകുന്നത് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. നിരവധി തവണ ഇവിടെ വന്നിട്ട് പോലും പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല. ആ സമയത്താണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഇന്നേ ദിവസം ഇവിടെ എത്തിയത്. പക്ഷേ ഞങ്ങളിവിടെ എത്തുമ്പോഴും അതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിനല്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും കരാറുകാരൻ്റെ കുഴപ്പം, എയുടെ കുഴപ്പം, AFCയുടെ കുഴപ്പം, NHന്റെ കുഴപ്പം, ഞങ്ങൾ കുഴപ്പം പറയാനും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പ്രശ്നം പരിഹാരത്തിനാണ് വന്നത്. ഞങ്ങളിവിടെ ബഹളം ഉണ്ടാക്കാൻ വന്ന ആളുകളല്ല. ഈ പ്രശ്നത്തിന് ഞങ്ങൾ 10 ദിവസത്തെ സമയം കൊടുത്തു. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കൊടുത്തത്. ആ അഫക്റ്റ് ചെയ്യുന്ന വീടുകൾ ഉൾപ്പെടെ നിന്ന് 10 ദിവസത്തിനകം ഇത് സാധ്യമായില്ല എങ്കിൽ, കുടിവെള്ളത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ല എങ്കിൽ ഈ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ വലിയ ജനകീയ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. അതിനെ ഞങ്ങളെ ഇടവരുത്തരുത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരോട് പറയുന്നത്. അത് വിടുക. ഈ കോൺട്രാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്തോളാം, ഞാൻ ഇന്ന് മുതൽ ഞാൻ മോണിറ്റർ ചെയ്തോളാം നിങ്ങളുടെ ഏതൊക്കെ പഞ്ചായത്താണെന്നുള്ളത്. ഞാൻ ഞങ്ങളുടെ ഡിവിഷൻ ഓഫീസിൽ മാനേജ് ചെയ്യാം. കഴിഞ്ഞ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തത് മെമ്പർമാരുടെ വിളിപ്പിച്ച് ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ വാട്ടർ അതോറിറ്റിയിൽ ഒരു ഫണ്ടിന്റെ പ്രശ്നമില്ല. എന്ത് വർക്കും ഇത് ചെയ്യാൻ വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ ഫണ്ടിന്റെ പ്രശ്നമുണ്ടെന്ന് കരാറുകാർ പറഞ്ഞു. വിളിച്ച കരാറുകാർ ചെയ്യുന്നില്ല. അത് പറയുന്നത് നോർമൽ കേസിൽ ഒരു ഫണ്ട് കൊടുക്കുന്നതിനാണ്. എമർജൻസി ഫണ്ട് ഞങ്ങൾക്ക് ഈ വർക്ക് എപ്പോൾ ചെയ്തു തരാൻ പറ്റും? ഈ ഒരു കേസിൽ നോക്കാം. അത് നോക്കിയിട്ട് എനിക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. വേറെ ഒരു പഞ്ചായത്തിൽ നിന്ന് വെള്ളം എടുക്കുന്നത് ഞാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അല്ല, അത് കേക്ക് വേണ്ടത്. കരപ്പുറത്ത് ചോളം വിളയിച്ച് കഞ്ഞിക്കുഴിയിലെ കർഷകൻ. കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ച സന്തോഷത്തിലാണ് കർഷകനായ അശോകൻ. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 9-ാം വാർഡിൽ കാരുവള്ളി വീട്ടിൽ അശോകൻ 10 സെന്റ് നിലത്താണ് ചോളം കൃഷി ചെയ്തത്. കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ച സന്തോഷത്തിലാണ് അശോകൻ. ചോളം ഉണക്കി പൊടിയാക്കി ഉപയോഗിക്കാനാണ് തീരുമാനം. കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. സന്തോഷ് കുമാർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ലജിത തിലകൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ R. അശ്വിൻ, G. മുരളി, കൃഷി ഓഫീസർ റോസ്മി ജോർജ്, അസിസ്റ്റന്റ് ഓഫീസർ SD. അനില, കർമ്മസേന കൺവീനർ G. ഉദയപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഇത്തവണ കഞ്ഞിക്കുഴിയിലെ വിവിധ ഭാഗങ്ങളിൽ ഫോഡർ ഫാം എന്ന നിലയിൽ ചോളകൃഷിയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലി ലഭിക്കുക എന്നത് വെച്ചുകൊണ്ടാണ് ഫോഡർ ഫാം എന്ന തരത്തിലൊരു പദ്ധതി ഏറ്റെടുക്കുകയും വ്യാപകമായി ചോളകൃഷി ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ചോളം പൊടിച്ച് അത് മറ്റ് പലഹാരങ്ങളുണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇതിൻ്റെ ഇലകൾ പശുക്കൾക്ക് കഴിക്കാൻ കഴിയും, കാലിത്തീറ്റയായി ഉപയോഗിക്കാൻ കഴിയും എന്ന കണക്കൂട്ടലിലാണ് ഇത്തവണ വ്യാപകമായി ക്ഷീര കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യം കൂടി വെച്ചുകൊണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇങ്ങനൊരു പദ്ധതി എടുത്തിട്ടുള്ളത്. ഇവിടെ വ്യക്തിപരമായി കാരുവള്ളി അശോകൻ ചേട്ടൻ തൻ്റെ പാടശേഖരത്തിൽ ചോളകൃഷി ചെയ്യുകയായിരുന്നു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ. പാചകവാതക ക്ഷാമം ഉടൻ പരിഹരിക്കണമെന്ന ആവശ്യവുമായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രംഗത്ത്. പാചകവാതകത്തിന്റെ മറവിൽ വിലവർധനവ് നടത്തുന്നുവെന്നും അവർ ആരോപിച്ചു. പ്രശ്നത്തിന് അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സംഘടന അറിയിച്ചു. സംസ്ഥാനത്ത് പാചകവാതക വിതരണം താളം തെറ്റിയതോടെ സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലായിരിക്കുകയാണ്. ദിവസങ്ങളായി തുടരുന്ന ഈ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി. ഗ്യാസ് ലഭ്യത കുറഞ്ഞതോടെ ഇതിന്റെ മറവിൽ പലയിടങ്ങളിലും വിലവർധനവ് നടക്കുന്നുണ്ടെന്ന് സംഘടന ആരോപിക്കുന്നു. ഇത് സാധാരണ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത തകർക്കുകയാണ്. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കാൻ പോലും കഴിയാതെ വീട്ടമ്മമാർ വലിയ മാനസിക ശാരീരിക സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത്. പാചകവാതക വിലയുടെ പേരിൽ ചായ, കാപ്പി, സ്നാക്സ് തുടങ്ങിയവയ്ക്കും അനിയന്ത്രിതമായി വില വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ലീഗൽ മെട്രോളജി, ഫുഡ് സേഫ്റ്റി, സിവിൽ സപ്ലൈ വകുപ്പുകൾ അടിയന്തരമായി ഇടപെടണമെന്നും പരിശോധനകൾ കർശനമാക്കണമെന്നും RWA ആവശ്യപ്പെട്ടു. സർക്കാർ തലത്തിൽ നടപടികൾ വൈകിയാൽ വീട്ടമ്മമാരെ അണിനിരത്തി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനാണ് സംഘടനയുടെ തീരുമാനം. ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി ബിയ ഭദ്രൻ, റിയാസ് പുലരി, അൻഷാദ് അരൂർ, G. അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ജനങ്ങളോടുള്ള ജനങ്ങളെ യുദ്ധം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള സമ്പ്രദായം നിലവിൽ വരികയും ഹോട്ടൽ വ്യവസായവും അനുബന്ധ മത്സ്യ സംസ്കരണ മേഖല ഉൾപ്പെടെ അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അതിനോടനുബന്ധിച്ച് ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വളരെയധികം ദയനീയമാണ്. കാര്യം ഇത് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഓരോ കുടുംബങ്ങളുടെയും
കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന സംഘടന എന്ന രീതിയിൽ ഇതിൻ്റെ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ കൂട്ടായി വനിതകളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഒത്തര നടപടികൾ സ്വീകരിക്കണം. ഇല്ലായെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിന് മുന്നിലേക്ക് വനിതകളെ കൂട്ടിക്കൊണ്ട് നമ്മൾ മാർച്ചും അവിടെ അടുപ്പുകൂട്ടൽ സമരവും സംഘടിപ്പിക്കുകയും. ഇതൊന്നും മൈൻഡ് ചെയ്യാൻ അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ലീഗൽ മെട്രോളജി അടക്കം ഉള്ളവർ ഇതിൽ ഇടപെടുകയും ഈ ഹോട്ടലിലെ ഭീമമായ വിലവർദ്ധനവിന് ശക്തമായ ഒരു നിയന്ത്രണം ഉണ്ടാകണം എന്നാണ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുണ്ട്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പാചകവാതകത്തിൻ്റെ ഈ ക്ഷാമം വന്നപ്പോൾ നമ്മുടെ കോളേജുകളിലെല്ലാം ക്യാൻറ്റീൻ അടച്ചതിൻ്റെ പേരിൽ കുട്ടികളെല്ലാം വീടുകളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ക്യാൻറ്റീൻ ഇല്ലാത്തതുകൊണ്ട് പല കോളേജുകളിലും ക്ലാസ്സുകളില്ല, ഒരു ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറിയിരിക്കുകയാണ്. സിസ്റ്റർ സാന്റൻ നാഗോ എഫ് തയ്യാറാക്കിയ ബ്രദർ മാത്യു ആൽബിന്റെ ജീവചരിത്രത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പായ പെനുവൽ കേരളത്തിൽ പ്രകാശനം ചെയ്തു. പുന്നപ്ര ശാന്തിഭവനിൽ നടന്ന ചടങ്ങിൽ മുൻമന്ത്രി ജി സുധാകരൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. രക്തപ്പുഴ ഒഴുക്കിയ ജീവിതത്തിൽ നിന്നും കാരുണ്യത്തിന്റെ തേന്മഴ പെയ്യിക്കുന്ന പരിണാമമാണ് ബ്രദർ മാത്യു ആൽബിന്റെ ജീവിതമെന്നും മനസ്സമാധാനത്തിന്റെ ബിംബമാണ് ശാന്തിഭവനെന്നും മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു. സബർമതി സാംസ്കാരിക സമിതി പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളത്തിന് പുസ്തകത്തിന്റെ കോപ്പി നൽകി ജി സുധാകരൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ശാന്തി നികേതൻ എന്നാണ് വളരെ ലോകപ്രശസ്തമായ ഒരു പേരാണ് ശാന്തി എന്ന വാക്കുകൾ. അതാണ് ബ്രദർ ആൽബിൻ സ്ഥാപനത്തിൽ നൽകിയത്. Renewal from present to purpose. രക്തപ്പുഴ ഒഴുകുന്ന അല്ലെ ഒഴുക്കിയ ഒരു ജീവിതം കരുണയുടെ കാരുണ്യത്തിന്റെ തേൻപുഴ ഒഴുക്കുന്ന ഒന്നായി മാറിയതാണ് നമ്മുടെ ബ്രദർ ആൽബിന്റെ ജീവിതം. യാഥാർത്ഥ്യങ്ങളെയാണ് നാം കാണുന്നത്. അക്രമത്തെ എല്ലാവരും അപലപിക്കും. അക്രമം കാണിച്ചാലും അല്ല, അക്രമം കാണിച്ചാലും മുമ്പിൽ നിന്ന് അപലപിക്കും. ആദ്യം അപലപിക്കുന്ന അദ്ദേഹം എല്ലാവരും അപലപിക്കുകയാണ്. പക്ഷെ അക്രമത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു. ക്രിസ്തുവിന് ശേഷം തന്നെ 2500 വർഷം കഴിഞ്ഞു. പക്ഷെ അക്രമത്തിന് പല കുറവുണ്ടായിട്ടുണ്ട്. അക്രമത്തിനും അനീതിക്കും ഒക്കെ എതിരായിട്ടാണ് രക്തസാക്ഷികളുടെ ചക്രവർത്തിയായ ജീസസ് ക്രൈസ്റ്റ് കുരിശിലേറി. ബ്രദർ മാത്യു ആൽബിന്റെ ജീവചരിത്രം മലയാളം രചിച്ചത് ഫാദർ വിൻസെന്റ് ചിറ്റിലപ്പള്ളിയായിരുന്നു. ഇംഗ്ലീഷ് പതിപ്പിന്റെ ഇന്ത്യയിലെ പ്രകാശന കർമ്മം ബാംഗ്ലൂരിൽ നടന്നിരുന്നു. ശാന്തിഭവൻ ട്രസ്റ്റി കൈനകരി അപ്പച്ചൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ IMS ധ്യാനഭവൻ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ചന്ദൻ, സെന്റ് ജോൺ മരിയ വിയാനി ചർച്ച് വികാരി ഫാദർ ക്ലീറ്റസ് കാരക്കാട്ട എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പുന്നപ്ര തെക്കു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KF തോബിയാസ്, കവി അലിയാർ എം മാക്കിയിൽ, രാജു പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടത്തുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലഞ്ഞ ജനം. തുറവൂരിൽ 8 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം നിലച്ചു. കൊടും വേനലിൽ ചുട്ടുപൊള്ളി സംസ്ഥാനം. വൈക്കത്ത് വിറക് ശേഖരിക്കുന്നതിനിടെ വീട്ടമ്മയ്ക്ക് സൂര്യാതാപമേറ്റു. സമൂഹത്തിൽ നന്മ ചെയ്യാൻ കഴിവില്ലാത്തവരാണ് അധികാര സ്ഥാനത്തിരിക്കുന്നതെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. സർക്കാർ പദ്ധതികളുടെ നേട്ടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത് ദുഃഖാനുഭവങ്ങളെന്നും സുധാകരൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.